ഞാൻ പറഞ്ഞു മുസ്ലിങ്ങളെയും കയറ്റും എല്ലാവരെയും കയറ്റും. ഞാൻ കിടക്കുന്ന സ്ഥലത്ത് എല്ലാവരും കിടക്കും. അപ്പം നമ്മളെ വീട്ടിൽ പണിയെടുത്ത് ഉള്ള ആൾക്കാർക്ക് മുഴുവൻ ഇത് കൊടുക്കും. അതിൻ്റെ ഏറ്റവും ബാക്കിൽ നമ്മൾ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു ഫീലിംഗ് ഉള്ള ഒരു സംഭവമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, സംഘർഷങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ നേരിട്ട ഒരാളാണ് സന്തോഷം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഭയങ്കര സങ്കടപ്പെടുത്തുന്ന, എപ്പോഴും മനസ്സിനെ ഹോണ്ട് ചെയ്യുന്ന എന്തെങ്കിലും അനുഭവമുണ്ടോ? ഒരുപാട് അനുഭവങ്ങളുണ്ടാവും, ഞാൻ അങ്ങനെയല്ല, ഒരു സ്പെഷ്യൽ. കുറേ അനുഭവങ്ങളുണ്ടപ്പാ, ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ ഇവിടെയുള്ള സംഭവം വെച്ചാൽ നമ്മൾ ഈ പഴയ തറവാടാണല്ലോ. അപ്പോൾ ഈ നമുക്ക് കുട്ടിക്കാലത്തുണ്ടാവുന്ന ചില സാധനങ്ങളുണ്ട്. ഇവിടെ ഇത് വലിയ തറവാടും മറ്റേ കാര്യങ്ങളാണ്. അതെ അതെ. അപ്പോൾ നമ്മൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന ആൾക്കാർ പണിയെടുക്കുന്ന ആൾക്കാരൊന്നും ഇതിനകത്ത് വന്ന് കയറുകയൊന്നും ചെയ്യില്ല. പക്ഷെ അച്ഛനും എനിക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. അച്ഛൻ വന്ന് ഇതിനകത്ത് കയറി വന്നിട്ട് ഭക്ഷണം കഴിച്ചു എന്നും പറയും. പക്ഷെ അവർ കയറില്ല, കാരണം പഴയ ആൾക്കാർ കയറില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരും. ഇപ്പം എനിക്കൊന്നും അതൊന്നും ഇല്ല. ഇപ്പം ഇതിനകത്ത് മറ്റേ മുസ്ലിങ്ങളെ കയറ്റാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ബന്ധുക്കളൊക്കെ കുറച്ച് അത് അവർ അറിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. മുസ്ലിങ്ങളെ കയറ്റാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. ഞാൻ പറഞ്ഞു മുസ്ലിങ്ങളെയും കയറ്റും എല്ലാവരെയും കയറ്റും. ഞാൻ കിടക്കുന്ന സ്ഥലത്ത് എല്ലാവരും കിടക്കും. അതുകൊണ്ട് ഞാൻ അതിനെയൊക്കെ ഭയങ്കരമായിട്ട് എതിർത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ എന്നിട്ട് എന്നെ ഇവിടുന്ന് ഇറക്കി വിടാനുള്ള ശ്രമങ്ങളൊക്കെ എൻ്റെ കുടുംബക്കാരൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ ഇവിടെ നിൽക്കാൻ പാടില്ല മറ്റേ മറിച്ചെല്ലാം പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടത്തിൽ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇവിടുന്ന് ഞാൻ ഇവിടെ വന്ന ആൾക്കാർ പണിയെടുക്കും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്കും എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ പൈസയില്ല. അപ്പോൾ ഇപ്പുറത്തെ ഒരു കടയുണ്ട് അവിടെ. ആ കടയിൽ പോയിട്ടാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം തരും. ഇപ്പം ഞങ്ങളെപ്പോഴും കടം കൊടുക്കണം. അപ്പോൾ കുറേ എപ്പോഴെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എപ്പോൾ കിട്ടും, എപ്പോഴെങ്കിലും കിട്ടിയാലേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അന്ന് കുറേ അവാർഡെല്ലാം മേടിക്കലാണ് കഥ എഴുതിയിട്ട്. പക്ഷെ നമ്മൾ ഈ കടം മേടിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഉള്ള സംഭവം പറഞ്ഞാൽ അച്ഛനൊന്നും വരില്ല കടം മേടിക്കാനൊന്നും. ആരും വരില്ലല്ലോ ഇവരാരും. നമ്മൾ ഈ സാധനം കടം മേടിക്കണം. അപ്പം നോക്കുമ്പോൾ ഇവിടെ പണിയെടുത്ത് പോയ ആൾക്കാർ മുഴുവൻ അടക്കുന്നുണ്ടാവും. അവരൊക്കെ കൊടുക്കും. ഏറ്റവും ബാക്കിൽ നമ്മൾ നിൽക്കേണ്ടി വരും. കാരണം അപ്പോഴും മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ലാസ്റ്റ് വന്നിട്ട് പിന്നെ പുള്ളിക്ക് ചെറിയൊരു അസ്വാസ്ഥ്യം ഉണ്ട്. പിന്നെ അയാളെ കുറ്റമല്ല അത്. കാരണം നമ്മിത് കൊടുക്കും. പിന്നെ കൊടുക്കുന്ന ഒരു 6 മാസം കഴിഞ്ഞിട്ടൊക്കെ ഒന്നൊക്കെ എവിടെ നിന്നെങ്കിലും പൈസ കിട്ടുമ്പോഴേ കൊടുക്കുള്ളൂ. അപ്പോൾ അയാൾക്കറിയാൻ പൈസ കിട്ടൂലെന്ന്. അപ്പം നമ്മളെ വീട്ടിൽ പണിയെടുത്ത് ഉള്ള ആൾക്കാർക്ക് മുഴുവൻ ഇത് കൊടുക്കും. അതിൻ്റെ ഏറ്റവും ബാക്കിൽ നമ്മൾ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു ഫീലിംഗ് ഉള്ള ഒരു സംഭവമാണ്. അത് ഭയങ്കര. അപ്പോൾ ഒന്നാമത് ഇങ്ങനെയുള്ളൊരു ഞാനും ഒരു പാവപ്പെട്ട ഒരു വീട്ടിലും അങ്ങനെയുള്ള ഒരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ബാക്കിയുള്ള മുമ്പിൽ നമ്മൾക്ക് അപമാനിക്കപ്പെടുന്നൊരു സംഭവമില്ലേ. ഈ അപമാനിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടുന്നതിനേക്കാളും ഭീകരമാണ്. അത് ഭയങ്കര അങ്ങനെ ഒരു വലിയ അനുഭവങ്ങളുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അതിൽ പ്രശ്നം വരും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊക്കെ നമുക്ക് പോസിറ്റീവായി ഷാജി. അതൊക്കെ ഞാൻ അതിനെക്കുറിച്ച് സ്ട്രോങ് ആവും. ഇത് അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ കേസുകളിലും ഒരുപാട് കഷ്ടപ്പാടുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാനത് സക്കറി സാറിനോട് ഞാൻ ദിവസം പറഞ്ഞു. എൻ്റെ അത്രയും ഭയങ്കരമായ ട്രോമയിലൂടെ എൻ്റെ കുടുംബജീവിതത്തിനകത്തൂടെ ഞാൻ പോയിട്ടുണ്ട്. കുടുംബം ഞാൻ കുട്ടിക്കാലത്ത്. അപ്പോൾ ഇത് അറിയാമല്ലോ, ഷാജിക്ക് അറിയാമല്ലോ. എൻ്റെ അച്ഛനെന്ന് വെച്ചാൽ ഈ മറ്റേ മംഗലശ്ശേരി ടൈപ്പായിരുന്നു. കള്ളു കുടിച്ചിട്ടും പിന്നെ അതുപോലെ കംപ്ലീറ്റ് സ്വത്തും വിറ്റ് അവസാനം ഞങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് വന്നേ ഉള്ളൂ. ഇതൊക്കെ ഒരു ഭയങ്കരമായിട്ട് ട്രോമ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒരു ദിവസം കുറച്ച് സങ്കടമായിട്ട് തന്നെ ഞാൻ സക്കറി സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തും അതൊക്കെ നമുക്കൊരു ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അങ്ങനെ ഒരാളുള്ളത് കൊണ്ടല്ലേ നീ ഇങ്ങനെ ആയത്. നീ ഒരു എഴുത്തുകാരനായത് ഒന്നുകൊണ്ടല്ലേ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്. നമുക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മളതിനെ തരണം ചെയ്യണം. മനസ്സിലാവും, അതിനെ മറികടക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ട്രോമേൻ്റെ അകത്ത് നിന്നിട്ട് നമ്മൾ എപ്പോഴും ഇപ്പോൾ പണ്ടത്തെ കുറേ ആൾക്കാരുണ്ട്. പണ്ട് കുട്ടിക്കാലത്ത് ഇപ്പോൾ വലിയ പൈസക്കാരനായിട്ടുണ്ടോ? രണ്ട് രീതിയിൽ ആൾക്കാരുണ്ട്. ഒന്ന് വലിയ കാശുകാരനായിട്ടുണ്ട്. പണ്ടത്തെ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. ഈ കഷ്ടപ്പാടും പറഞ്ഞുകൊണ്ട് എപ്പോഴും നടക്കും. ഇപ്പം നിൽക്കുന്നത് വലിയ ലെവലിലായിരിക്കും. പക്ഷെ പണ്ടത്തെ കഷ്ടപ്പാടുകൾ എപ്പോഴും പോയിട്ട് ആൾക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കും. പഴയ മറ്റേത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ
ഇപ്പോഴും കഷ്ടപ്പാടിൽ തന്നെ, അന്നും കഷ്ടപ്പാടില്ല. ആ കഷ്ടപ്പാടിൻ്റെ ട്രോമേൻ്റെ അകത്ത്, ആ വലയത്തിൻ്റെ അകത്ത് നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി പറ്റാതെ ഒരു കുഴിയാനയിലെ കുഴിക്കകത്ത് വീണ ഒരു ജീവിനെ പോലെ അതിനകത്ത് തന്നെ കിടന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ഇതിനെപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ ഭയങ്കര നെഗറ്റീവാണ്. രണ്ടും നെഗറ്റീവാണെന്ന് ഞാൻ പറയുന്നത്. എന്തിനാ നമ്മൾ അതൊക്കെ നല്ലതല്ലേ, കോടീശ്വരനായിരിക്കും. പക്ഷെ പണ്ട് മറ്റേ ഇതൊന്ന് ഓടുന്നു വെള്ളം വീണ മറ്റേ സാധനവും അന്ന് നനഞ്ഞു കിടന്ന സാധനങ്ങളും ചോർന്നൊരിക്കുന്ന കൂലിയും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഇയാൾ രക്ഷപ്പെട്ടില്ലേ, ഇയാൾ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം. ജീവിതം ശരിക്കും എന്താണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്? ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ജീവിതം തുടങ്ങുന്നത് തന്നെ മരണത്തേക്കുള്ള യാത്രയാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ മരണത്തിലേക്കുള്ളൊരു യാത്രയാണ്. പോരാടിക്കൊണ്ടേയിരിക്കുക. അതായത് നിങ്ങൾക്കൊരു റെസ്റ്റ് ഇല്ല ജീവിതത്തിൽ. പല രീതിയിലും നിങ്ങളൊരു നല്ല ഒരു വാരിയറായിട്ട് മുമ്പോട്ട് പോവുക. മനസ്സിലായില്ലേ? ഒരു ദിവസം നിങ്ങളെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. ആ ഒരു കാലം നിങ്ങളെ തോൽപ്പിക്കും ഒരു ദിവസം. പക്ഷേ ആ കാലത്തിനെതിരെ, തോൽപ്പിക്കാൻ വേണ്ടി വരുന്ന കാലത്തിനെതിരെ പോരാടുന്ന ഒരു ഭയങ്കര ബാരിയറായിട്ട് മാറുക എന്നുള്ളതാണ്, പോരാളിയായിട്ട് മാറുക എന്നുള്ളതാണ് ലൈഫിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അത് തന്നെയാണ്, ആ ഒരു ഫിലോസഫി തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ കഥകളിലേക്കും ഞാൻ കൊണ്ടുവരുന്നത്. ആത്യന്തികമായ പരാജയം എന്നിട്ടൊരു സാധനമില്ല. നിങ്ങൾക്ക് പരാജയപ്പെട്ടത് തോന്നുമ്പോഴാണ് നിങ്ങളുടെ പരാജയം ബാധിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ മാത്രമേ പരാജയമുള്ളൂ, അല്ലാതെ പരാജയമില്ല. അത് വലിയ കോടീശ്വരനായി കഴിഞ്ഞാലും പരാജയപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാലും അവൻ കോടീശ്വരനായിട്ട് കാര്യമില്ല, അവൻ പരാജയത്തിനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി വേണ്ട. നിങ്ങൾ മനസ്സിനകത്ത് പരാജയപ്പെടാണ്ടിരിക്കുക, പോരാടിക്കൊണ്ടിരിക്കുക. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണൂ നരേറ്റീവ് യൂട്യൂബ് ചാനലിൽ.